നാട്ടിൽ നിന്നും ഇക്കരയിലേക്ക് നിങ്ങൾ കടന്നത് താല്പര്യം കൊണ്ടല്ല. ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് ചെന്നാൽ മാത്രമേ കടങ്ങളും വളർന്നു വരുന്ന പെൺകുട്ടികളും വീടില്ലാത്ത കാര്യങ്ങൾ പരിഹരിക്കപ്പെടുകയും എല്ലാം സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി കടൽ കടന്ന് ഇക്കര വന്നവരാണ്. ഇക്കര എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ദുബായ്, അബുദാബി ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ ആത്മീയമായി വളരാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അക്കരയിൽ നിന്ന് ഇക്കരയിലെത്തിയ ഓരോരുത്തരും സത്യമായ മാർഗം വിട്ടുകൊണ്ട് മോശമായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട ഉള്ളാളത്തുറങ്ങളും കാന്തപുരം ഉസ്താദും നേതൃത്വം കൊടുക്കുന്ന മഹത്തായ സംഘടന, അതിൻ്റെ കീഴ്ഘടകമായ SYS-ഉം കീഴ്ഘടകം പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന SSF, അത് ദുബൈയിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒന്ന് പ്രവർത്തിക്കാൻ RCS എന്ന പേരിലും അതുപോലെ തന്നെ മറ്റു പല പേരിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇവരുടെ ഈ പ്രവർത്തനം യഥാർത്ഥത്തിൽ നമുക്ക് വലിയ ഗുണമാണ്. ഇടക്കിടക്ക് തങ്ങന്മാരും പണ്ഡിതന്മാരും നേതാക്കന്മാരും വരുന്നുണ്ട്. ഇങ്ങനെയുള്ള മജ്‌ലിസിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. അതെല്ലാം നമുക്കൊരു പ്രചോദനം ആത്മീയമായി വളരാനുള്ളതാണ്. കൂടാതെ നമ്മുടെ മക്കൾ അവരെല്ലാവരും പഠിച്ചു വളരണം. ഭൗതികം മാത്രം പഠിച്ചാൽ പോരാ, ആത്മീയമായി വളരാൻ സാധിക്കണം. അതിനാവശ്യമായ ചെറിയ ട്യൂഷനുകളും അതുപോലെ ചെറിയ മദ്രസകളും എല്ലാം പല സ്ഥലങ്ങളിലായി ആരംഭിക്കുന്നു. അതിനെല്ലാം ഒരുപാട് അതിർവരമ്പുകളുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വളരെ ഭംഗിയായി നടത്തപ്പെടുന്നത് അക്കരയിൽ നിന്നും ഇക്കരയിലേക്ക് എത്തിയ നിങ്ങൾ പഠിച്ചു പോകാതിരിക്കാനും നിങ്ങളെ മക്കളും തെറ്റിപ്പോകാതെ നല്ല മാർഗത്തിൽ ജീവിക്കുന്നവരാകാൻ വേണ്ടിയാണ്. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളം പോലെ ഇവിടെയെല്ലാം ആത്മീയമായി നമുക്ക് ഉയർത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ അവിടെ ആകെയുള്ള ഒരു കടമ്പ ബിദ്അത്തുകാരാകുന്ന കടമ്പയാണ്. ആ ബിദ്അത്തുകാർ ഇവിടെ ചേക്കേറി